ഈ ഫാത്തിമ ഹോസ്പിറ്റലിൽ മർദ്ദനത്തിനിരയായ ഡോക്ടർ പി കെ അശോകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ പി കെ അശോകൻ, വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഇപ്പോൾ ഡോക്ടർ സുൽഫി സൂചിപ്പിച്ചതുപോലെ വളരെ മുതിർന്ന ഒരു ഡോക്ടർ എന്നതിനപ്പുറത്തേക്ക് ജൂനിയറായ ഡോക്ടർമാരും ആരും സമൂഹത്തിൽ ഇത്തരത്തിൽ അക്രമങ്ങൾക്ക് വിധേയരാകരുത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അങ്ങനെയൊരു സംഭവം ഉണ്ടായി. ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. 3 പേരെ പിടികൂടുന്ന സാഹചര്യവുമുണ്ട്. ഇപ്പോൾ ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും തൃപ്തി ഇല്ല എന്ന കാരണം ഉന്നയിച്ചുകൊണ്ടാണോ വലിയ തരത്തിലേക്ക് ഡോക്ടർമാർ ആകെ ഒരു സമരത്തിലേക്ക് നീങ്ങുന്നത്? ഹലോ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാമോ? അതെ, കേൾക്കാം, പറഞ്ഞോളൂ. അല്ല, എന്നെ സംബന്ധിച്ചിട്ട് ഞാനൊരു മർദ്ദനം മേറ്റ ഡോക്ടർ എന്നുള്ള മാനസികാവസ്ഥയിലാണല്ലോ ഇപ്പോഴുള്ളത്. ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നതും അങ്ങനെയാണ്. ആ ഘട്ടത്തിലേക്ക് വന്നതിന് കാരണം ആരാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതിന് നമുക്കറിയാം, ആശുപത്രി ഒരു വളരെ സെൻസിറ്റീവ് ഏരിയ ആണ്. അതിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ചുമതല ആർക്കാണ്? ഇതാണ് നമുക്ക് ഇപ്പോൾ ചിന്തിക്കാനുള്ളത്. അത് വേണ്ട വിധത്തിൽ പ്രൊട്ടക്ഷൻ കിട്ടിയിരുന്നോ? ഇനി അത് ഭാവിയിൽ ഇന്ന് എനിക്ക് സംഭവിച്ചു, നാളെ വേറെ ഒരു വ്യക്തിക്കും, ഡോക്ടറിന് മാത്രമല്ല ആ ആശുപത്രിയിലുള്ള ഒരു സ്റ്റാഫിനും ഈ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തികൾക്കും ഇങ്ങനെ ഒരു അനുഭവം വരാൻ പാടില്ല. അത് പറയുമ്പോഴേ എൻ്റെ മനസ്സിലുള്ള ചിന്താഗതി ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്കല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വ്യക്തിയെ ഒരു കോർണറിൽ കൊണ്ടുപോയി ഈ കൂട്ട മർദ്ദനത്തിന് വിധേയമാകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് വളരെ കൂടുതലായിട്ട് പോകും. ഇനിയെങ്കിലും ആക്ഷൻ എടുക്കണം. ഈ അർത്ഥത്തിലാണ് IMA മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോഴത്തെ ഈ സംരംഭത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ 140, 150 ആക്രമണങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ, ഇത് തുടർച്ചയായി നടക്കുന്നുണ്ടെങ്കിൽ ഈ ആരോഗ്യ മേഖല തകർച്ചയിലേക്കാണ് പോകുന്നത്. ഇതിനുള്ള കാരണം എന്തെന്ന് വളരെ വ്യക്തമാണ്. ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നിങ്ങൾ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ആരോഗ്യ മേഖല ഡിഫെൻസീവ് സ്റ്റേജിലേക്കാണ് പോവുക. നമ്മൾ ആധുനികമായി പല ചികിത്സാ രീതിയിലും മുൻപന്തിയിലുള്ള ഈ ഒരു ആക്രമണത്തിന്റെ ഒറ്റ കാരണം കൊണ്ട് നമ്മൾ പിന്നോട്ട് തള്ളപ്പെടും. ഇത് ആരോഗ്യ വ്യവസ്ഥയിലുള്ള ആരോഗ്യ മേഖലയിൽ അതേപോലെ ഹോം മിനിസ്ട്രി കമ്പൈൻഡായി ജോയിൻ്റായി എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും IMAയും കോൺഫിഡൻസിലെടുത്ത് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. ഇതിനുള്ള ഗൈഡ് ലൈൻസ് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി നമുക്ക് തീരെ താമസിച്ചുകൂടാ. ഉറങ്ങുന്നവർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. എനിക്ക് സർക്കാരിനോട്, കേരളത്തിലെ ആയാലും കേന്ദ്രത്തിലെ ആയാലും, എനിക്ക് രാഷ്ട്രീയമില്ല, ഒരൊറ്റ അഭ്യർത്ഥനയുള്ളൂ. ഇത് എങ്ങനെയെങ്കിലും നിർത്തണം. അതിന് എല്ലാവരും കൂട്ടമായി പരിശ്രമിക്കണം. ആ അർത്ഥത്തിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. തീർച്ചയായും ഡോക്ടർ, ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധിയായ ആക്രമണങ്ങളാണ് ഇപ്പോൾ ആശുപത്രിക്കെതിരെയും ഡോക്ടർമാർക്കെതിരെയും ഈ ചികിത്സാ പിഴവ് ആരോപിച്ച് ഉണ്ടാകുന്നത്. ഇതിൽ അതൊരു നമുക്ക് വളരെ കൃത്യമായി പറഞ്ഞാൽ, രോഗികൾക്ക്, ബന്ധുക്കളായ രോഗികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് ചികിത്സാ പിഴവാണ് എന്ന് ആ ഘട്ടത്തിൽ തന്നെ പറയുകയും വലിയ തരത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത് വളരെ ഒരു പതിവ് കാഴ്ചയായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതൊരു ട്രെൻഡായി മാറിയിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഗതി കൂടിയാണ്. അങ്ങനെ ഇരിക്കെ പോലും നിലവിലെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇതിലിപ്പോൾ അങ്ങയുടെ ഈ സംഭവത്തിൽ തന്നെ ആദ്യം ഇതിനൊരു സംരക്ഷണം നൽകേണ്ടിയിരുന്നത് ആശുപത്രി തന്നെയാണ്. അത്തരത്തിൽ ആശുപത്രിയിൽ ഒരു സംരക്ഷണം അങ്ങേക്ക് ലഭിച്ചിട്ടില്ല. അതിനപ്പുറത്തേക്ക് സർക്കാരിനോ ആരോഗ്യ വകുപ്പിനോ ചെയ്യാൻ കഴിയുന്നത് കൃത്യമായ അന്വേഷണം നടത്തി ഇതിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് എന്താണ് ഇപ്പോൾ IMA ആവശ്യപ്പെടുന്നത്? ഏത് തരത്തിലുള്ള ഒരു സംരക്ഷണം ഡോക്ടർമാർക്ക് ലഭിക്കണമെന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ആക്രമണം നടന്ന ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ പോലീസ് സാന്നിധ്യത്തിലാണ്. നമുക്കറിയാം, പോലീസ് ഫോഴ്സ് അവിടെ കുറവാണ്. ഞാൻ പോലീസുകാരെ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ ഫോഴ്സ് കുറവാണ്. അതെന്തുകൊണ്ടെന്നുള്ള അന്വേഷണം ആദ്യം വരണം. എന്തുകൊണ്ട് ഒരു ഡോക്ടറുടെ ഈ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല? ഇത്ര കൂട്ടമായിട്ടുള്ള ഒരു 2.5-3 മണിക്കൂർ സമയം അവിടെ ഉണ്ട്. എന്തുകൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല
ഈ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. സർ, ഈ വിഷയത്തിൽ അപ്പോൾ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അങ്ങ് പറയുന്നത്. ഞാൻ പോലീസിന് വീഴ്ച പറ്റിയെന്നല്ല പറഞ്ഞത്, ഫോഴ്സ് കുറവായിരുന്നു എന്ന് ഞാൻ പറയുന്നു. പ്രത്യേകിച്ച് അത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ഒരു സെൻസിറ്റീവ് ഏരിയയിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ എത്ര പോലീസ് വേണം, എത്ര ഫോഴ്സിനെ വിടണം, ഇത് സർക്കാർ ചിന്തിക്കേണ്ടതാണ്. അതിനുള്ള ഗൈഡ് ലൈൻ ഇവിടെ ഇല്ല, സംരക്ഷണം നൽകാനില്ല. കുറ്റം ചെയ്തവർക്ക് അത് ശിക്ഷിക്കപ്പെടും എന്നുള്ള ഉറപ്പുവരുത്തുന്ന ഒരു സാഹചര്യമില്ല. അപ്പം ഇത് റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ IMAയും മറ്റ് അസോസിയേഷനും വർഷങ്ങളോളമായിട്ട് പറയുന്ന കാര്യമാണത്. നമുക്കൊരു ഗൈഡ് ലൈൻ വേണം, സംരക്ഷണം വേണം. പോലീസ് ഇങ്ങനെ അതിക്രമമുള്ളയിടത്ത് കാര്യക്ഷമമായി വളരെ ഉടനെ എത്തുകയും അതിനുള്ള ഫോഴ്സുകൾ ഉണ്ടാവുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൂടാതെ എനിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന IMA കൂടാതെ നമുക്ക് ജുഡീഷ്യറിയുടെ സൈഡിൽ നിന്നാണ് അത് വളരെ ഫലപ്രദമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ സംശയവുമില്ല. IMAയുടെ പ്രവർത്തനം ഉടനെ ഉണ്ടായത് അത് വളരെ കൂടുതലായിട്ട് ഈ സംഗതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ, ഈ വിഷയം ഉണ്ടാകുമ്പോൾ ചില മണിക്കൂറുകളോളം ഈ വിഷയം നീണ്ടുപോയി എന്നാണ് അങ്ങ് സൂചിപ്പിച്ചിരുന്നത്. ആ ഘട്ടത്തിൽ അവിടെ 1-2 പോലീസുകാരുണ്ടായിരുന്നു താനും. പക്ഷേ എന്നിട്ട് പോലും സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് അങ്ങയെ മാറ്റാൻ എന്തുകൊണ്ടാണ് കഴിയാതിരുന്നത്? ഞാൻ 2.5 മണിക്കൂർ സമയം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് 5:30 മണിക്കാണ് ഈ സംഭവത്തിന് തുടക്കം. 8 മണിക്കാണ് ഞാൻ അവിടെ ഡിസ്ചാർജ് സമ്മറിയും ഞങ്ങളുടെ ഒരു കംപ്ലൈന്റ് ലോഡ്ജ് ചെയ്യാനും മാത്രമായി ഞാൻ CEO കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ ഈ നടക്കുന്ന അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നങ്ങ് കരുതുന്നുവോ? എന്നെ ആക്രമിച്ച വ്യക്തികളിൽ 2-3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇപ്പോഴും ഒന്ന് അന്വേഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് പുരോഗമിക്കാൻ എനിക്കറിയില്ല. ശരി ഡോക്ടർ, അങ്ങയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട്? നമുക്കറിയാം, ഒരു മർദ്ദനമേറ്റത് എനിക്കല്ല, ഈ സമൂഹത്തിനാണ്, ഈ സർക്കാരിനാണ്. ഈ സർക്കാരിലെ ഹോം മിനിസ്ട്രിക്കാണ്, അത് ഹെൽത്ത് മിനിസ്ട്രിക്ക്. ഞാൻ കേരളത്തിന് മാത്രം പറയില്ല, എനിക്കൊരു രാഷ്ട്രീയവും ഇല്ല. പക്ഷേ എൻ്റെ മനസ്സിൽ നിങ്ങൾക്കറിയാം, ഈ ആദ്യം നമുക്ക് കുറച്ച് ഫിസിക്കലായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്ന് തരണം ചെയ്ത് പുറത്തു വരുമ്പോൾ ആ മാനസിക സമ്മർദ്ദം, അത് എത്ര പറഞ്ഞാലും നമുക്ക് എത്ര വിവരിച്ചാലും അത് മനസ്സിലാവില്ല. തീർച്ചയായും അത് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ഡോക്ടർ. ആർക്കും, ഒരു ഡോക്ടർമാർക്കും ഒരാൾക്കും ഇത്തരത്തിൽ ഒരു മർദ്ദനമോ ആക്രമണമോ ഉണ്ടാകാൻ ഇനി ഇടവരരുത് എന്ന് തന്നെയാണ് പറയുന്നത്. അതൊരു ശരിയായ രീതിയുമല്ല.